ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളിക്ക് കീഴിലുള്ള പുത്രൻ തമ്പുരാന്റെ കപ്പേളയിൽ നിന്നും നേർച്ചപ്പെട്ടി മോഷ്ടിക്കപ്പെട്ടു. ഇത് മൂന്നാം തവണയാണ് കപ്പേളയിൽ നിന്നും നേർച്ചപ്പെട്ടി മോഷണം പോകുന്നത്. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും പോലീസ് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടക്കൊച്ചിയിലെ പുത്രൻ തമ്പുരാന്റെ കപ്പേളയിൽ നിന്നും ഇത് മൂന്നാം തവണയാണ് നേർച്ചപ്പെട്ടി മോഷണം പോകുന്നത്. മുമ്പ് 2 തവണ മതിലിൽ സ്ഥാപിച്ചിരുന്ന നേർച്ചപ്പെട്ടികളാണ് മോഷ്ടിക്കപ്പെട്ടതെങ്കിൽ ഇത്തവണ പുതിയതായി സ്ഥാപിച്ച സ്റ്റീലിന്റെ പെട്ടിയാണ് മോഷണം പോയത്. നിലത്ത് സ്ഥാപിച്ചിരുന്ന പെട്ടി കമ്പിപ്പാര കൊണ്ട് ഇളക്കിയാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഇടക്കൊച്ചി സെന്റ് ലോറൻസ് പള്ളി വികാരി ഫാദർ മരിയൻ അറയ്ക്കൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പള്ളുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ സ്കൂളായ സെന്റ് ലോറൻസ് സ്കൂളിലെ CCTV നശിപ്പിച്ചതായും പരാതിയുണ്ട്. പലപ്പോഴും ഇവിടുത്തെ നേർച്ചയുടെ പണം പശവെച്ച് എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ടും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ആ ഒരു നേർച്ചപ്പെട്ടി അങ്ങനെ തന്നെ ഇളക്കിയെടുത്തുകൊണ്ട് പോയ കാര്യമാണ് സംഭവിച്ചത്. അധികൃതരെ അറിയിച്ചിട്ടുണ്ട്, പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് അന്വേഷിച്ചിട്ട് പോയി വേണ്ട നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വേദനയും സങ്കടമൊക്കെ അറിയിക്കുകയാണ്. ലഭ്യമായ മറ്റു CCTV ദൃശ്യങ്ങൾ വെച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്നും ഇതിൽ എത്രയും വേഗം നടപടിയെടുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഞാൻ സെന്റ് ലോറൻസ് പള്ളിയുടെ ഒരു കൈക്കാരനാണ്. ഞങ്ങളുടെ സെന്റ് ലോറൻസ് പള്ളിയുടെ ഒരു കപ്പേളയാണ് പുത്രൻ തമ്പുരാന്റെ കപ്പേള. ഇവിടെ നാനാജാതി മതസ്ഥർ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് കാര്യപ്രാപ്തി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കപ്പേളയാണ്. വളരെ നല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്ന നല്ല വിശ്വാസമുള്ള ഒരു കപ്പേളയാണ് പുത്രൻ തമ്പുരാൻ്റെ. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ചില്ലറ മോഷണങ്ങൾ പോകുന്നുണ്ട്. അത് നമ്മൾ എന്തോ അധികൃതരുടെ ഭാഗത്ത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഇങ്ങോട്ട് ഒരു രാത്രി ഒരു അന്വേഷണം കൊടുത്തതൊന്നുമില്ല. ഈ പ്രശ്നം കംപ്ലൈൻറ്റ് ചെയ്തിട്ട് സാറുമാർ വന്ന് നോക്കി പോയിട്ടുണ്ട്. പക്ഷേ അതിനൊരു തക്കതായ ക്യാമറ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനം, സ്കൂൾ ഗ്രൗണ്ടല്ലേ, അപ്പോൾ ഒരു ക്യാമറ സംവിധാനം വെച്ചിട്ട് ഇനി ചെയ്യാനുള്ള ഇതിലാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓർമ്മശക്തിക്കും ത്വക്ക് സംരക്ഷണത്തിനും സ്ട്രെസ് കുറയ്ക്കുവാനും പ്രായഭേദമന്യേ ബ്രഹ്മി ഉപയോഗിക്കാം. വിഡ്ഗോഗ് ഫോർ എ നാച്ചുറൽ വെൽബീയിങ്. വിസിറ്റ് vidgog.org.